നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മേഖലയിലെ വനാതിർത്തികളിൽ വന്യജീവി പ്രതിരോധത്തിനുള്ള പദ്ധതികളെക്കുറിച്ച് വനംവകുപ്പ് പ്രപ്പോസൽ സമർപ്പിച്ചു. 163.79 കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയത്. കാട്ടാനകൾക്ക് സഞ്ചരിക്കാൻ വന്യജീവി മേൽപ്പാലം നിർമ്മിക്കണമെന്നും ആവശ്യം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുൾപ്പെടെ പുതിയ പദ്ധതികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. 206.35 കോടിയുടെ ബജറ്റാണ് 2024-25 വർഷത്തേക്കായി അവതരിപ്പിച്ചത്. കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയാൻ സൗജന്യ നീന്തൽ പരിശീലനം നൽകാനും പദ്ധതി. സ്വരാജ് ട്രോഫിയുടെ തിളക്കത്തിൽ വീണ്ടും വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി വെള്ളിനഴിയെ വീണ്ടും തിരഞ്ഞെടുത്തു. പുരസ്കാരം നേടുന്നത് ഇത് 5ാം തവണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇടപെട്ട് നഗരസഭ. കിടത്തി ചികിത്സയടക്കമുള്ള സൗകര്യങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പോസ്റ്റ്മോർട്ടങ്ങൾ മാറ്റരുത്. കുടിവെള്ള പദ്ധതി വന്നതോടെ വഴിമുട്ടി മണ്ണാർക്കാട് കാരപ്പാടം നിവാസികൾ. ജൽജീവൻ പദ്ധതിക്കായി റോഡ് പൊളിച്ചിട്ടതിനാൽ പ്രദേശവാസികൾ യാത്രാ ദുരിതത്തിൽ. പ്രവൃത്തികൾ വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്ന മണ്ണാർക്കാട് മേഖലയിലെ വനാതിർത്തികളിൽ വന്യജീവി പ്രതിരോധത്തിനുള്ള പദ്ധതികളെക്കുറിച്ച് വനംവകുപ്പ് പ്രപ്പോസൽ സമർപ്പിച്ചു. പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ഹൈവേ കടന്നുപോകുന്നത് കല്ലടിക്കോട്, മണ്ണാർക്കാട്, കോട്ടോപ്പാടം, അലനല്ലൂർ വഴിയാണ്. മണ്ണാർക്കാട് സൈലന്റ് വാലി വനം ഡിവിഷനുകൾ ആകെ 163.79 കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയത്. വനയോരങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 27-ന് തിരുവിഴാംകുന്ന് പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് സമ്പൂർണ്ണ വന്യജീവി പ്രതിരോധത്തിനുള്ള പദ്ധതി സമർപ്പിക്കാൻ വനം ഡിവിഷനുകൾക്ക് നിർദ്ദേശം നൽകി. ഇതുപ്രകാരം ഇവർ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ തുക ദേശീയപാത അതോറിറ്റി അനുവദിക്കും. കോട്ടോപ്പാടം പഞ്ചായത്തിലെ കാഞ്ഞിരംകുന്നിൽ 650 മീറ്ററോളം നിക്ഷിപ്ത വനഭൂമിയും ഏറ്റെടുക്കുന്നുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ഹൈവേ കടന്നുപോകുന്നത് കല്ലടിക്കോട്, മണ്ണാർക്കാട്, കോട്ടോപ്പാടം, അലനല്ലൂർ വഴിയാണ്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ പാണക്കാടൻ നിക്ഷിപ്ത വനത്തിലേക്ക് സൈലന്റ് വാലി മലനിരകളിൽ നിന്നുള്ള കാട്ടാനകളുടെ സഞ്ചാരത്തിന് വന്യജീവി മേൽപ്പാലം നിർമ്മിക്കണമെന്നത് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. 30 ഏക്കർ ഭാഗത്ത് റോഡിന് കുറുകെ 10 മീറ്റർ വീതിയിലും 20 മീറ്ററോളം നീളത്തിലും മേൽപ്പാലം ഒരുക്കണമെന്നാണ് ശുപാർശ. ഇതിന് 3 കോടിയോളം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. കൂടാതെ പാണക്കാടൻ നിക്ഷിപ്ത വനത്തിന് ചുറ്റിലും കുരുത്തിച്ചാൽ മുതൽ ആനമൂളി വരെയും റെയിൽവേലി നിർമ്മാണം, ആനമൂളി മുതൽ വേലിക്കാട് വരെ നിർമ്മിക്കാൻ പോകുന്ന സൗരോർജ്ജ തൂക്കുവേലിയുടെ പരിപാലനം, ഡ്രോൺ നിരീക്ഷണ സംവിധാനം, ദ്രുത പ്രതികരണ സേനയുടെ ശാക്തീകരണം തുടങ്ങിയവ മണ്ണാർക്കാട് വനം ഡിവിഷൻ നൽകിയ പ്രപ്പോസലിൽ ഉണ്ടെന്നറിയുന്നു. പദ്ധതികൾക്കായി ആകെ 68 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. സൈലന്റ് വാലി വനാതിർത്തികളിൽ വന്യജീവി സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ 18 നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സൈലന്റ് വാലി വനം ഡിവിഷൻ നൽകിയ റിപ്പോർട്ടിലുണ്ട്. 43 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി, റെയിൽവേലി, വനത്തിനുള്ളിൽ 3 ചെക്ക് ഡാം, 15 ഹെക്ടറിൽ സ്ട്രിപ്പ് പ്ലാന്റിംഗ്, 30 കിലോമീറ്റർ ദൂരത്തിൽ ജൈവവേലി നിർമ്മാണം, തീപിടുത്തം അണയ്ക്കാൻ 2 വാഹനങ്ങൾ, ദ്രുത പ്രതികരണ സേനയ്ക്ക് 4 വാഹനങ്ങൾ, 3 സംരക്ഷണ ക്യാമ്പ് ഷെഡുകൾ എന്നിവ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം നടപ്പിലാക്കുന്നതിന് 95.79 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. KSRTCയുമായി സഹകരിച്ച് ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം, ആഗോള നിക്ഷേപക സംഗമം, പ്രവാസി വ്യവസായ പാർക്ക് തുടങ്ങിയ വ്യത്യസ്ത പദ്ധതികളുമായി ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ്. 206.35 കോടി രൂപ വരവും 202.56 കോടി രൂപ ചെലവും 3.79 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിന്റെ ബജറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടായി വകയിരുത്തിയിട്ടുള്ള തുകകളുടെ കാറ്റഗറി എ ഫണ്ട്. ഇത് പ്രകാരം വിഭാഗത്തിൽ 55,21,021 രൂപയും പ്രത്യേക ഘടക പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിന് 23,26,82,000 രൂപയും പട്ടികവർഗ ഉപപദ്ധതി ഇനത്തിൽ പട്ടികവർഗ വിഭാഗത്തിനായി
1,76,85,000 രൂപയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 24-25 വർഷത്തിൽ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ബേസിക് ഇനത്തിൽ 30,26,67,000 രൂപയും ട്രൈഡേ ഗ്രാന്റ് ഇനത്തിൽ 13,90,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഞ്ചയ ഗ്രാന്റ് ഇനത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ 36,99,90,000 രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേറ്റ് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ച് തയ്യാറാക്കിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും. ഈ പദ്ധതിക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് KSRTCയുടെ സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ആരംഭിക്കും. ഇതിനായി 50 ലക്ഷം രൂപ മാറ്റിവെച്ചു. ജില്ലയെ വ്യവസായ സൗഹൃദ ജില്ലയാക്കുന്നതിൻ്റെ ഭാഗമായി പ്രവാസി സംരംഭകരുമായി സഹകരിച്ച് പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കും. ഇതിൻ്റെ ആദ്യഘട്ടത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തി. ജില്ലയിലെ പ്രവാസികൾക്കും നിക്ഷേപ തൽപരർക്കും മികച്ച നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും കൂടുതൽ നിക്ഷേപകരെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. 10,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ സംഗമത്തിനായി 50 ലക്ഷം രൂപ നീക്കിവെച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 10 കോടി രൂപയും മാറ്റിവെച്ചു. പ്രത്യേക ഘടക പദ്ധതികളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര പുരോഗതിക്കായി 26 കോടി രൂപ, വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി 5 കോടി, ഭവന സുരക്ഷയ്ക്കായി 5 കോടി, പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിനായി 3.5 കോടി രൂപ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് 2.5 കോടി, പഠനമുറിക്ക് 1 കോടി, പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി 3 കോടി, മത്സര പരീക്ഷാ പരിശീലനത്തിന് 20 ലക്ഷം രൂപ എന്നിങ്ങനെയും വകയിരുത്തി. ബജറ്റ് സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, സ്ഥിരം സമിതി ചെയർമാൻമാർ, അംഗങ്ങൾ, സെക്രട്ടറി S ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വീണ്ടും നേടി വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. 2022-23 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുരസ്കാരം. ഇത് 5ാം തവണയാണ് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ലഭിക്കുന്നത്. വിവിധ മേഖലകളിൽ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് വെള്ളിനേഴി പഞ്ചായത്തിന് വീണ്ടും സ്വരാജ് ട്രോഫി നേടിക്കൊടുത്തിരിക്കുന്നത്. 5ാം തവണയാണ് വെള്ളിനേഴി പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്നത്. സമ്പൂർണ്ണ കുടിവെള്ളം, മാലിന്യമുക്ത ഗ്രാമം, തരിശുരഹിത പഞ്ചായത്ത്, ജൈവഗ്രാമം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, എല്ലാ വീട്ടുപടിക്കലേക്കും റോഡ്, ആശുപത്രികളുടെ നവീകരണം, വിദ്യാലയങ്ങളുടെ നവീകരണം എന്നിങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. 2022-2023 വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് 100% നികുതി പിരിവും 100% പദ്ധതി നിർവഹണവും നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിച്ചു. നെല്ലുൽപാദനം കൂടി. പഞ്ചായത്ത് തരിശുരഹിത പഞ്ചായത്താക്കി. ഉൽപാദന മേഖലയിൽ മികച്ച രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ചു. ആരോഗ്യരംഗത്ത് അടയ്ക്കാപ്പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം, വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയെ ISO നിലവാരത്തിലേക്ക് ഉയർത്തി. പഞ്ചായത്തിലെ 2 GLP സ്കൂളുകളും സ്മാർട്ട് വിദ്യാലയങ്ങളാക്കി. വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നൂതന പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി. മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തോടുകളുടെ നവീകരണം, കിണർ റീചാർജിംഗ്. സംസ്ഥാനത്തെ മികച്ച ജൈവവൈവിധ്യ മാനേജ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളിലൊന്നായി വെള്ളിനേഴിയെ തിരഞ്ഞെടുത്തു. നക്ഷത്രവനവും ജൈവ വൈവിധ്യ ഉദ്യാനവും ഔഷധ സസ്യത്തോട്ടവും മിയാക്കി വനവും നിർമ്മിച്ചു. വെള്ളിനേഴിയെ പൈതൃക ഗ്രാമമാക്കി ഉയർത്തി. റൂറൽ ആർട്ട് ഹബിൻ്റെ ഭാഗമായി കഥകളി കോപ്പ് പരിശീലന കേന്ദ്രം വെള്ളിനേഴിയിൽ ആരംഭിച്ചു. വൈവിധ്യമായ വികസന പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ അഴിമതിരഹിതമായി നടത്തിയതിൻ്റെ അംഗീകാരമാണ് സ്വരാജ് ട്രോഫിയിലൂടെ നേടിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കമുള്ള സൗകര്യങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഡോക്ടർമാരോട് നഗരസഭ കർശന നിർദ്ദേശം നൽകി. നഗരസഭാ ഭരണ നേതൃത്വം ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചതിന് പിന്നാലെ പരാതികൾ ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലാണ് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ വ്യാപകമായി ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ശുപാർശ ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള പരാതിക്കിടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. ഓർത്തോ വിഭാഗത്തിലെ പരിശോധനയ്ക്ക് ഡോക്ടർ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് ഒഴിവാക്കി. പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും ചികിത്സ നൽകണമെന്ന ചർച്ചയിൽ നഗരസഭാ ഭരണ നേതൃത്വം നിർദ്ദേശിച്ചു. നിസ്സാര കാരണങ്ങൾ നിരത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലേക്ക് വിടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടമാക്കി നഗരസഭാ ഭരണ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിലാണ് സൂപ്രണ്ടിനെ നേരിൽ കണ്ട പ്രതിഷേധമറിയിച്ചിരുന്നത്. ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് പ്രത്യേക ടോക്കൺ നൽകി ചികിത്സ പരിമിതപ്പെടുത്തുന്നു.
കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നില്ല, പോസ്റ്റ്മോർട്ടം ശരിയാംവിധം നടക്കുന്നില്ല എന്നതുൾപ്പെടെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് കാരപ്പാടം നിവാസികളുടെ വഴി മുടക്കി ജൽജീവൻ മിഷൻ പദ്ധതിയും. മൈലാപ്പാടം മുതൽ കുരുത്തിച്ചാൽ വരെയുള്ള 2 കിലോമീറ്റർ റോഡ് തകർച്ചയ്ക്ക് പിന്നാലെ പൈപ്പിടാൻ കുത്തിപ്പൊളിക്കുകയും ചെയ്തതോടെ കാരപ്പാടം നിവാസികളുടെ വഴി പൂർണ്ണമായും അടഞ്ഞു. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷന്റെ ടാങ്കും ട്രീറ്റ്മെന്റ് പ്ലാന്റും കുരുത്തിച്ചാലിനോട് ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശുദ്ധീകരിച്ച വെള്ളം മറ്റ് ടാങ്കുകളിലേക്ക് കൊണ്ടുപോകാനും വീടുകൾക്ക് കണക്ഷൻ നൽകാനുമുള്ള പൈപ്പുകൾ വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇതിനായി റോഡ് ഏതാണ്ട് പൂർണ്ണമായും കുഴിക്കേണ്ട സ്ഥിതിയാണ്. മാസങ്ങളായി ഇറക്കിവെച്ച പൈപ്പ് ഇപ്പോഴാണ് സ്ഥാപിച്ചു തുടങ്ങിയത്. റോഡ് നവീകരിക്കാനായി 11 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞാൽ റോഡ് ജലജീവൻ മിഷൻ തന്നെ നന്നാക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതിനാൽ ഈ തുക മറ്റു റോഡുകൾക്ക് വകയിരുത്തി. പൈപ്പ് സ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞ ദിവസം ആരംഭിച്ചതേയുള്ളൂ. എന്ന് പൂർത്തിയാകുമെന്ന് പറയാനാവില്ല. പൈപ്പ് സ്ഥാപിക്കാനായി റോഡിൽ കിടങ്ങെടുത്തതോടെ കുരുത്തിച്ചാൽ ഭാഗത്തുള്ളവർക്ക് നടന്നു പോകേണ്ട സ്ഥിതിയാണ്. അത്യാഹിതമുണ്ടായാൽ പോലും വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. അടിയന്തരമായി ജലജീവൻ മിഷൻ ജോലികൾ പൂർത്തിയാക്കി റോഡ് നവീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഡി വിജയലക്ഷ്മി ആവശ്യപ്പെട്ടു. കുത്തി കുഴിച്ച് വേണം ആ പൈപ്പ് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് റീടാറിങ്ങിന് ഫണ്ട് വെച്ചിരുന്നതാണ് ആ റോഡിന്. അപ്പോൾ ഇവർ പറഞ്ഞത് അവരുടെ ആ വർക്ക് കഴിയുമ്പോൾ അവർ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് ആ വെള്ളം ചെക്ക് ചെയ്ത് അതിന് ലീക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഇതാക്കി തീർത്ത് പൈപ്പ് റോഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്കതവിടെ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് നമ്മൾ ആ റോഡിന് വെച്ചിരുന്ന ഫണ്ട് വേറെ പല റോഡുകൾക്കുമായിട്ട് വീതിച്ച് അതിൻ്റെ പണി നടന്നു കഴിഞ്ഞു. ഇപ്പം ഇതാണ് ഇപ്പം ഇവർ എന്താണ് അവർക്ക് ആൾ കുറഞ്ഞ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം. സാങ്കേതികമായിട്ട് എന്താണ് പ്രശ്നം എന്നറിയില്ല. അവരിപ്പം റോഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ബാക്കി കൂടെ ഇടാനായിട്ട്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയ വർഷം കംപ്ലീറ്റ് റോഡ് ബ്ലോക്കായി. അത് അങ്ങേ അറ്റത്ത് താമസിക്കുന്നവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ആളൊരു അറ്റ്ലീസ്റ്റ് ഒരു അറ്റാക്കിൻ്റെ ഒരു ആരംഭം എന്തെങ്കിലും ആയിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും. ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ ബ്ലോക്ക് മാറ്റി ആ റോഡിൻ്റെ പണി തീർത്ത് തരണം എന്നുള്ളതിന് അത് നമുക്ക് നിർബന്ധമാണത്, ജനങ്ങൾക്ക് നിർബന്ധമാണ്. രാത്രിയിലും പണിയെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നാട്ടുപുറത്തുകാരാണ്, ഗ്രാമപ്രദേശത്തുള്ളവരാണ്, അവർക്ക് ടാപ്പിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് രാത്രിയിൽ പണിയെടുത്ത് രാത്രി മുഴുവൻ ഈ റോഡിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ടാപ്പിങ്ങുകാർക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ കടുവ, പുലി, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനും പറ്റുള്ളൂ. അവരുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു സംരക്ഷണം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ എത്രയും പെട്ടെന്ന് ജലജീവൻ മിഷൻകാരെ അതിൻ്റെ പണി പൂർത്തിയാക്കി ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരണം. KSEB ചെർപ്പളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസ് കെട്ടിടം ശനിയാഴ്ച വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രദേശത്തെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കോതകുർശിയിൽ പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും KSEB ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദീർഘകാലമായി വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന KSEB ചെർപ്പളശ്ശേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസും സെക്ഷൻ ഓഫീസുമാണ് കച്ചേരിക്കുന്ന് സബ്സ്റ്റേഷനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, KSEB ചെയർമാൻ രാജൻ N ഗോബ്രാഗഡെ, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് V മുരുകദാസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് KSEB ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കച്ചേരിക്കുണ്ടിൽ KSEBയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ്റെയും സെക്ഷൻ്റെയും ഓഫീസ് ഉദ്ഘാടനം ഈ വരുന്ന 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:00 ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം ഷൊർണൂർ MLA ശ്രീ പി മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർ ശ്രീമതി S ചിത്ര IAS അവർ, ചെർപ്പളശ്ശേരി നഗരസഭാ അധ്യക്ഷൻ P രാമചന്ദ്രൻ അവർ, ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ്റെ കീഴിൽ 4 സെക്ഷനുകളാണ് ഉള്ളത്. ചെർപ്പളശ്ശേരി, ശ്രീകൃഷ്ണപുരം, കോതകുർശി, പേങ്ങാട്ടിരി. ഈ 4 സെക്ഷനുകളിലായിട്ട് 95,685 ഉപഭോക്താക്കളാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ചെർപ്പളശ്ശേരി സെക്ഷനിൽ മാത്രം
28,621 ഉപഭോക്താക്കളുണ്ട്. നിലവിൽ KPIPയുടെ ഒരു വാർഡ് കെട്ടിടത്തിനകത്ത് അവരുടെ ക്വാർട്ടേഴ്സിനകത്ത് പരിമിതമായ സൗകര്യങ്ങളിലാണ് സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് ദീർഘകാലമായിട്ടൊരു ആവശ്യമായിരുന്നു. അവിടെ സ്ഥലപരിമിതിയുണ്ട്, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 2,400 നമ്മുടെ പ്രസരണ വിഭാഗത്തിൽ നിന്ന് കൈമാറിയ 25 സെൻറ്റ് സ്ഥലത്ത് 2,400 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നില കെട്ടിടം ഓഫീസ് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. സബ് ഡിവിഷൻ ഓഫീസ് വിശാലമായ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ഉപഭോക്തൃ സേവനങ്ങൾ കൂടുതൽ സുഖപ്രദമാകുമെന്നും കോതകുറിശി മേഖലയിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ KSEB നടത്തിവരികയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. KSEB ഷൊർണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രകാശൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രസാദ്, K രവീന്ദ്രൻ, P സുരേഷ് കുമാർ, KS സതീശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇൻഷുറൻസ് തട്ടിപ്പ് കേസിൽ പിടികൂടിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഊട്ടി നീലഗിരി സ്വദേശി പ്രശാന്തിനെയാണ് റിമാൻഡ് ചെയ്തത്. ICICI പ്രുഡൻഷ്യൽ കമ്പനിയുടെ ഇൻഷുറൻസിലൂടെ 29 ലക്ഷം തട്ടിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2015 മെയ് മുതൽ 6 വർഷക്കാലം മണ്ണാർക്കാട് ICICI പ്രുഡൻഷ്യലിൽ യൂണിറ്റ് മാനേജരായി ജോലി ചെയ്തു വരവെ സ്ഥാപനത്തിൽ പോളിസി എടുത്തിട്ടുള്ളവരുടെ രേഖകളും അക്കൗണ്ടും അപ്ലോഡ് ചെയ്യുന്നതിനായി വാങ്ങിയിരുന്നു. തുടർന്ന് പോളിസി ഉടമയുടെ അക്കൗണ്ടിന് പകരം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് അപ്ലോഡ് ചെയ്യുകയും പ്രതിയുടെ പേരിൽ അനുവദിച്ച ചെക്ക് ലീഫിൽ കൃത്രിമം കാണിച്ച് പോളിസി ഹോൾഡറുടെ പേര് കൂടി അടിച്ചു ചേർത്ത് വ്യാജരേഖ ഉണ്ടാക്കുകയായിരുന്നു. പോളിസി കാലാവധി പൂർത്തിയായതോടെ ലഭിച്ച 29 ലക്ഷം രൂപ പ്രതിയായ പ്രശാന്തിൻ്റെ അക്കൗണ്ട് അപ്ലോഡ് ചെയ്തതോടെ അതിലേക്ക് കമ്പനി വകയിരുത്തി. പ്രശാന്തിൻ്റെ അക്കൗണ്ടിലെത്തിയ 29 ലക്ഷം കൈക്കലാക്കി വ്യാജമായി ഉണ്ടാക്കിയ തൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പ്രതി പ്രശാന്ത് ഒളിവിൽ പോയി. പോളിസി ഹോൾഡറുടെ പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPSന്റെ നിർദ്ദേശാനുസരണം മണ്ണാർക്കാട് പോലീസ് മുട്ടിക്കുളങ്ങരയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഇടം തേടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പൂവക്കുഴി പട്ടികജാതി കോളനി. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന കോളനിയിൽ 1 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുക. കോളനിയുടെ മുഖച്ഛായ തന്നെ പദ്ധതിയിലൂടെ മാറും. പട്ടികജാതി കോളനികളെ ദത്തെടുത്ത് പരിപാലിക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിക്കാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പൂവക്കുഴി പട്ടികജാതി കോളനി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 1 കോടി രൂപയുടെ പ്രവൃത്തികളാണ് പദ്ധതിയിലൂടെ കോളനിയിൽ നടപ്പാക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തവണ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് വല്ലപ്പുഴ പഞ്ചായത്തിലെ പൂവൻകുഴി പട്ടികജാതി കോളനിയാണ്. 50ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കുടിവെള്ളം, റോഡ്, നടപ്പാത നിർമ്മാണം, വീടുകളുടെ വൈദ്യുതീകരണം, സോളാർ തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, സാനിറ്റേഷൻ, വീടുകളുടെ അറ്റകുറ്റപ്പണി, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കും. വ്യക്തിഗതത്തിൽ അടുക്കളത്തോട്ടം പരിപാലനം ഉൾപ്പെടെയുള്ള പദ്ധതികളും അംബേദ്കർ ഗ്രാമം പദ്ധതിയിലൂടെ നടപ്പാക്കും. ഒറ്റപ്പാലം വരോട് AMLP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി 18 നടക്കും. മന്ത്രി K രാധാകൃഷ്ണൻ ശതാബ്ദി ആഘോഷ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 സംവത്സരങ്ങൾ പിന്നിട്ട വരോട് AMLP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനവും 30 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക KN ലതയുടെ യാത്രയപ്പും കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവുമാണ് ഫെബ്രുവരി 18 തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്നത്. മന്ത്രി K രാധാകൃഷ്ണൻ ശതാബ്ദി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും പ്രധാന അധ്യാപിക K പ്രഭയുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനവും നിർവഹിക്കുമെന്ന് സ്കൂൾ മാനേജർ K പ്രസാദ് പറഞ്ഞു. ഈ ഫെബ്രുവരി ഞായറാഴ്ച 6 മണിക്കാണ് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് ശ്രീ രാധാകൃഷ്ണൻ അവர்களுം ശ്രീ VK ശ്രീകണ്ഠൻ പാലക്കാട് MPയും ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ അധ്യക്ഷനുമായിട്ട് ഉള്ള ഒരു വിപുലമായ ശതാബ്ദി യാത്രയ്ക്കുള്ള ഈ ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്നത്. ഒപ്പം വിരമിക്കുന്ന പ്രധാന അതിഥികളെ യാത്രയ്ക്കും നൽകുന്നുണ്ട്. കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി ആദരിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി അയ്യപ്പൻകുട്ടി സാറിനെയും ആദരിക്കുന്നുണ്ട്. കിച്ചൺ കം സ്റ്റോറിൻ്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. K പ്രേംകുമാർ MLA അധ്യക്ഷനാകും. കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ മുഖമുദ്രയായി സ്കൂൾ മാറുമെന്നും സ്വാഗത സംഘം ചെയർമാനും ഒറ്റപ്പാലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനുമായ K അബ്ദുൽ നാസർ പറഞ്ഞു.
നാനാ മേഖലയിൽ നിന്ന് ആളുകളുടെ വലിയൊരു സപ്പോർട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരും നടത്തുന്ന മാനേജ്മെൻറ്റും അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ആ പ്രദേശത്തെ എല്ലാവരുടെ പിന്തുണയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 100 വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് കൊണ്ടും ഇത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനം, ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇത് നിലനിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ ആവശ്യമായ ഈ 100ാം വാർഷികത്തോടു കൂടി ഒന്നും കൂടി മെച്ചപ്പെട്ട് ആ നാടിനും കൂടി ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനമായി മാറാൻ കഴിയട്ടെ. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രധാനാധ്യാപിക കെ പ്രഭ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും മുൻ നഗരസഭാ കൗൺസിലറുമായ വി കെ മോഹനൻ, PTA പ്രസിഡന്റ് AT രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച വിദ്യാഭ്യാസമുള്ള യുവതലമുറയിലൂടെയാണ് രാജ്യത്തിന്റെ പുരോഗതിയെന്ന് VK ശ്രീകണ്ഠൻ MP. വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. നല്ല വിവരം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ഒരു സർക്കാർ വിദ്യാലയം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആഗ്രഹിച്ച് സർക്കാർ തന്നെ ഓരോ വർഷവും ചെലവഴിക്കുന്ന തുക നമ്മുടെ മൊത്തം തുകയിനേക്കാൾ അതിന്റെ പകുതി തുക വിദ്യാഭ്യാസത്തിനാണ്. ബാക്കി പകുതിയോളം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയും. അപ്പൊ നല്ല ആരോഗ്യമുള്ള ജനതയുണ്ടെങ്കിലാണ് രാജ്യത്തിന് ഭാവിയുള്ളൂ. വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 108ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ഹക്കീം ചൂരക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ, നുസൈബ മുത്തുക്കാസ്, K അജിത് ശങ്കർ, MK ഷംസുദ്ദീൻ, P രവി, മുഹമ്മദ് സലീം തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ബിന്ദു, സാവിത്രി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചിനക്കത്തൂർ പൂരം ഫെസ്റ്റ് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിനക്കത്തൂർ പൂരം ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം EP മൈതാനിയിൽ ആരംഭിച്ച എക്സിബിഷൻ നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ഒറ്റപ്പാലത്ത് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൻ്റെ പരിപാടി എന്താണ് ഉദ്ദേശിച്ചത് വിജയകരമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ആളുകൾക്ക് വരാനും കാണാനും അത് ആഘോഷിക്കാനും അതിൽ പങ്കെടുക്കാനും ആളുകൾക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ ചെറുക്കത്തൂർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി വിജയകരമാവട്ടെ. മുൻ MLA M ഹംസ മുഖ്യാതിഥിയായി. അവർക്ക് വിനോദം വേണം, വിശ്രമം വേണം, അവർക്ക് ആനന്ദം വേണം, അവർക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം വേണം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഭയങ്കര ആഗ്രഹമാണ്. പോസിറ്റീവ് എനർജി, എല്ലാവർക്കും പോസിറ്റീവ് എനർജി കിട്ടും. ആ പോസിറ്റീവ് എനർജി കിട്ടാൻ എവിടെ നിന്നാണോ പോസിറ്റീവ് എനർജി കിട്ടുക അവിടെ തേടി പോകും. ആ പോസിറ്റീവ് എനർജി കൊടുത്ത് അവിടെ ഒരു വിനോദത്തിൻ്റെ ഒരു കമ്പോളം സൃഷ്ടിക്കണം. വിനോദത്തിൻ്റെ ഒരു കമ്പോളം, ആ കമ്പോളം നമ്മൾ തുറന്നിടപ്പെടണം. റോബോട്ടിക്സ്, അനിമൽസ്, കുട്ടികൾക്കായുള്ള റൈഡുകൾ, വിവിധ കലാപരിപാടികൾ, ഫുഡ് കോർട്ട് എന്നിവ എക്സിബിഷനിലുണ്ടാകും. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 4:30 മുതൽ 9:10 വരെയാണ് പ്രവേശനം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ P സഞ്ജുമോൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ്, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് പാലപ്പുറം ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ നയിച്ച ഗാനമേളയിൽ വൻ ജനപങ്കാളിത്തം. പാലപ്പുറം ദേശകമ്മിറ്റി ആദ്യമായി ആരംഭിച്ച സാംസ്കാരിക കലാപരിപാടിക്ക് 16-ന് തിരശ്ശീല വീഴും. പാലപ്പുറം ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 14 മുതൽ 3 ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ ദേശോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. ആദ്യമായാണ് പാലപ്പുറം ദേശകമ്മിറ്റി സാംസ്കാരിക കലാപരിപാടികൾ നടത്തുന്നതെന്ന് ദേശകമ്മിറ്റി രക്ഷാധികാരി TK ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
പൂരത്തിൻ്റെ ഒരു അന്തരീക്ഷം ചിനക്കത്തൂരിൻ്റെ പ്രദേശങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞു. DJ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓൾറെഡി ഇവിടെയുണ്ട്. വിവിധ തരങ്ങളായ എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങൾ ചിനക്കത്തൂരിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ 23-ന് ആനച്ചമയം കഴിഞ്ഞാൽ വീണ്ടും പൂരത്തിൻ്റെ ഉള്ള പരിപാടി ഉച്ചയ്ക്ക് 2 മണിക്ക് പാലപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി ശ്രീ ഗോപി കിള്ളിക്കുരിശിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടുകൂടി ഊട്ടോളി അനന്തൻ, പിന്നെ തിടമ്പേറ്റി, അക്കിക്കാവ് കാർത്തികേയൻ, പെരിങ്ങലിപ്പുറം അപ്പു തുടങ്ങിയ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ചിനക്കത്തൂർ കാവ് ഗ്രൗണ്ടിൽ പൂരക്കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഉള്ള ഒരുക്കുന്ന നിലപ്പന്തലിന് മുന്നിലെത്തുകയാണ്. ഈ നിലപ്പന്തൽ ഏറ്റവും പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പന്തലൊരുക്കുന്ന ഒരു ടീമാണ് ഒരുക്കുന്നത്. ചെറുപുഷ്പം ഡെക്കറേറ്റ്സ് പന്തലും അതുപോലെ തന്നെ അതിലെ വെളിച്ചം നൽകുന്നത് നാദം ഇലക്ട്രിക്കൽ സെറ്റപ്പാളുമാണ്. അത് തീർച്ചയായും കുടുംബങ്ങൾക്ക് മുഴുവൻ ഒരു വർണ്ണ കാഴ്ചയാവും എന്ന തരത്തിൽ മാറ്റമില്ല. അതിനു മുന്നിൽ ആനപ്പൂരം വന്നു നിന്ന് ശേഷം പടിഞ്ഞാറൻ ചേരിക്കൊപ്പം ശ്രീ ചേരാനല്ലൂരിൻ്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തിലൂടെ ലയിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. 14-ന് പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ ജാസി ഗിഫ്റ്റും രഞ്ജിനി ഹരിദാസും നയിച്ച ഗാനമേളയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി. 15-ന് രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ അതുൽ നറുകര നയിച്ച സോളോ ഫോക്ക് നടന്നു. അവസാന ദിവസമായ 16-ന് രാത്രി 7 മണിക്ക് പാലപ്പുറം ദേശത്തെ കലാപ്രതിഭകൾ കാഴ്ചവെക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. 24-ന് നടക്കുന്ന പൂരമഹോത്സവത്തിന് ഗജവീരന്മാരായ ഊട്ടോളി അനന്തനും അക്കിക്കാവ് കാർത്തികേയനും പെരിങ്ങലിപ്പുറം അപ്പുവും ദേശത്തിൻ്റെ തിടമ്പേറ്റും. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയും ഗജവീരന്മാർക്ക് ഉണ്ടാകും. പൂരത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണെന്ന് സെക്രട്ടറി മനോജ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 14-ന് പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ ജാസി ഗിഫ്റ്റും അതുപോലെ തന്നെ പിന്നണി ഗായിക ശ്രീമതി രഞ്ജിനി ജോസും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള. ഫെബ്രുവരി 15-ന് യുവ ഫോക്ലോർ അവാർഡ് ജേതാവും നാടൻ പാട്ടിനെ പുതുരീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ ഹരമായി മാറിയിട്ടുള്ള ശ്രീ അതുൽ നറുകര നയിക്കുന്ന സോളോ ഫോക്കിൻ്റെ നാടൻ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഫെബ്രുവരി 16-ന് ദേശോത്സവത്തിൻ്റെ സമാപന ദിനം ആദരസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് ഒറ്റപ്പാലം മുൻ MP ശ്രീ S അജയകുമാർ അവർകളാണ്. ചിനക്കത്തൂർ പൂരവുമായി ബന്ധപ്പെട്ട് സമർപ്പണമായി കാലങ്ങളായി പൂരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ, വിവിധ ആചാരങ്ങളെ കാവിലേക്ക് ആനയിക്കുന്നവരെ, അതിൻ്റെ ഭാഗമായുള്ളവരെ ചിനക്കത്തൂർ പാലപ്പുറം ദേശം പൂരക്കമ്മിറ്റി ആദരിക്കുകയാണ്. വള്ളുവനാട്ടിലെ പ്രസിദ്ധ മൂകാംബിക ക്ഷേത്രമായ കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 19 തിങ്കളാഴ്ച വലിയാറാട്ടും 20 ചൊവ്വാഴ്ച പൂരവും ആഘോഷിക്കും. തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 14 ദേശത്തു നിന്നും എത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു കൊടിയേറ്റം. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ നൃത്തനൃത്യങ്ങൾ, പ്രസീത ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട്, നാടകം, ഗാനമേള, കൽപ്പാത്തി ബാലകൃഷ്ണൻ, കല്ലൂർ ജയൻ എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക, ബാല എന്നിവയും ഇനിയുള്ള ദിവസങ്ങളിൽ അരങ്ങേറും. ഫെബ്രുവരി 19-ന് തിങ്കളാഴ്ച വലിയാറാട്ടും 20-ന് ചൊവ്വാഴ്ച പൂരവും ആഘോഷിക്കും. കാട്ടുകുളം പരിയാനംപറ്റ പൂരത്തോടനുബന്ധിച്ച് ടീം യുവ ആലുംകുളത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിവിധ കലാപരിപാടികൾക്ക് 16-ാം തീയതി മുതൽ തുടക്കമാകും. കല്ലുവഴി ആലുംകുളത്താണ് പരിപാടികൾ നടക്കുക. 16-ന് വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കല്ലുവഴി വാസുവിനെ ആദരിക്കും. തുടർന്ന് പകരാവൂർ കേളിരവം കഥകളിക്കളരിയിലെ കലാമണ്ഡലം രാമൻകുട്ടിയുടെയും ശിഷ്യരുടെയും കുചേലവൃത്തം കഥകളി അരങ്ങേറും. 17-ന് വൈകിട്ട് ബാബുരാജ് പരിയാനംപറ്റ സംവിധാനം ചെയ്യുന്ന വാദ്യോത്സവം നടക്കും. ഗായകൻ ഭവിൻ വിനോദ് പങ്കെടുക്കും. 18-ന് വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യ നേരളത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഹരി പത്തനാപുരം പങ്കെടുക്കും. തുടർന്ന് സംഗീത നൃത്തസന്ധ്യ അരങ്ങേറും. വലിയാറാട്ട് ദിവസമായ 19-ന് വൈകിട്ട് 7 നടക്കുന്ന കാളവേല ആഘോഷത്തിൽ ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മ പങ്കെടുക്കും. തായമ്പക, ശിങ്കാരിമേളം എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ പ്രസാദ് ഞെട്ടത്ത്, സുനിൽ തേനാഴിക്കളം, ശ്രീറാം മേലെ വടക്കേമഠം, കലാമണ്ഡലം രാമൻകുട്ടി എന്നിവർ അറിയിച്ചു. വളരെ ചെറുതായി തുടങ്ങി കുട്ടികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് തുടങ്ങി
അതിപ്പോൾ വിവിധ മേഖലകളിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഏകദേശം 20 വർഷത്തിൻ്റെ പാരമ്പര്യമാണ് ടീം യുവയ്ക്കുള്ളത്. ടീം യുവ ഒരു ദേശത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, വിവിധതരം സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നാടിൻ്റെ തനിമ നിലനിർത്തുന്നതിലും വളരെയധികം ശ്രദ്ധിച്ചു വരുന്നൊരു സംഘടനയാണ്. ഉദാഹരണത്തിന് ആലിൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആലിൻകുളം എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ആ ആല് കടപുഴങ്ങി വീണപ്പോൾ അതിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി തന്നെ ഒരു ആല് പുനഃസ്ഥാപിക്കാൻ നേരിട്ട് ഇറങ്ങിച്ചെന്നൊരു സംഘടനയാണ്. മാത്രമല്ല, ഒരു കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ 2 നിർധന പെൺകുട്ടികളുടെ പൂർണ്ണ ചെലവ് വഹിച്ചുകൊണ്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സംഘടനയാണ്. അപ്പോൾ ഈ സംഘടന സാധാരണയായി പരിയാണപ്പറ്റ പൂരം മഹോത്സവം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഈ വർഷം നമ്മൾ 4 ദിവസത്തെ വിപുലമായ പരിപാടികളാണ് ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ ഫെബ്രുവരി 16-ാം തീയതി കഥകളിയാണ്. ആശാൻ നമ്മുടെ കൂടെ ഉണ്ട്. ആശാനാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു വേഷം കൂടി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം കഥകളിയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെയാണ് അതിൽ ഭൂരിഭാഗവും പങ്കെടുക്കുന്ന വേഷം ചെയ്യുന്ന കുട്ടികൾ. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 20-നാണ് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം ഫെബ്രുവരി 17, 18 തീയതികളിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റ യാത്ര നടത്തുന്നത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു നേതൃത്വത്തിൽ ഒരു ജനമുന്നേറ്റ യാത്ര നടത്തുന്നുണ്ട് കേരളത്തിലാകമാനം. 14-ാം തീയതി കാസർഗോഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അത് 20-ാം തീയതിയാണ് വരുന്നത്. അത് മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി മലപ്പുറത്ത് കിഴക്കേത്തലയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ജാഥ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് അതിന്റെ പ്രചാരണാർത്ഥം, ഈ ജനമുന്നേറ്റ യാത്രയുടെ പ്രചാരണാർത്ഥം ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ വരുന്ന 17, 18 തീയതികളിലാണ്. മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും കവർ ചെയ്യുന്ന രീതിയിലാണ് വാഹന പ്രചാരണ ജാഥ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജാഥക്ക് നേതൃത്വം നൽകുന്നത് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള അബ്ദുൾ റസാഖ്, ഇസ്മായിൽ, ഇവരൊക്കെയാണ് ജാഥക്ക് നേതൃത്വം നൽകുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ നിയമങ്ങൾ പിൻവലിക്കുക, വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ജനമുന്നേറ്റ യാത്രയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് നമുക്കറിയാലോ, ഇപ്പോൾ ഒരു കർഷക സമരമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഒട്ടനവധി സഞ്ജയ് ഭട്ടിനെ പോലുള്ള അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ തടവുകാർ ജയിലുകളിൽ കിടക്കുന്ന ഒരു സമയത്ത്, അതുപോലെ തന്നെ 53% യുവാക്കൾ തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം ഇങ്ങനത്തെ ഒരു യാത്ര നിശ്ചയിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലെ പ്രചരണ ജാഥ മണ്ഡലം പ്രസിഡന്റ് PV ശിഹാബാണ് നയിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ SDPI ജില്ലാ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പുത്തൂർ, മണ്ഡലം പ്രസിഡന്റ് ശിഹാബ് PV, വൈസ് പ്രസിഡന്റുമാരായ ഇസ്മായിൽ കക്കാട്ടിൽ, അബ്ദുൾ റസാഖ് തട്ടാരക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യവുമായി SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അലനല്ലൂരിലും വാഹന പ്രചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സമീർ ചോമേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 14 മുതൽ മാർച്ച് 1 വരെ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമാണ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി വിവിധയിടങ്ങളിൽ വാഹന പ്രചാരണം നടത്തിയത്. ബുധനാഴ്ച തിരുവിഴാംകുന്നിൽ നിന്നും ആരംഭിച്ച പ്രചാരണം അമ്പലപ്പാറ, കോട്ടപ്പള്ള, പൊൻപാറ, വട്ടമണ്ണപ്പുറം, ഉണ്ണിയാൽ, അലനല്ലൂർ എന്നിവിടങ്ങളിലൂടെ പ്രചാരണം നടത്തി അലനല്ലൂർ സ്കൂൾ പടിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് സമീർ ചോമേരി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത്
നിലവിൽ വന്ന ഒരു ഭരണഘടന, ആ ഭരണഘടനയിൽ പറയുന്ന, ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സ്വാതന്ത്ര്യവും സമത്വവും നീതിയും സാഹോദര്യവും ഇതൊന്നും ഇന്നും കിട്ടാക്കനിയായിക്കൊണ്ട് ഭൂരിപക്ഷം വരുന്ന വരേണ്യവർഗത്തിന് മാത്രം അവരുടെ അവകാശമായി മാത്രം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. സെക്രട്ടറി കുഞ്ഞഹമ്മദ് വാര്യത്തൊടി അധ്യക്ഷനായി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി നസീബ് കോട്ടപ്പാടം, അലനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിഗ്ബത്തുള്ള, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മഹറൂഫ്, ഷബീർ, നവാസ്, മുജീബ്, മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും കുട്ടിവര ചിത്രകലാ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 24 നിറവസന്തം അഖില കേരള ചിത്രരചന മത്സരം നടക്കും. സ്കൂളിലെ കലാഭവൻ ഹാളിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് മത്സരം. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400-ലേറെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വാട്ടർ കളറിലാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. LP, UP വിഭാഗത്തിലെ മത്സരാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഇനത്തിൽ ചിത്രം വരയ്ക്കാം. മത്സരത്തിനു മുമ്പ് വിഷയം നൽകും. 23 വൈകിട്ട് 5 വരെ പേര് നൽകാം. മത്സരാർത്ഥികൾ 24 രാവിലെ 9 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് 1 നടക്കുന്ന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ആർട്ടിസ്റ്റ് മദനൻ, സാഹിത്യകാരൻ KC നാരായണൻ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ കുട്ടിവര ചിത്രകല കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് നിറവസന്തം. അഖില കേരള അടിസ്ഥാനത്തിലാണ് ഈ നിറവസന്തം പ്രോഗ്രാം നടത്തുന്നത്. ഏകദേശം 10ഓളം ജില്ലകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദ്ദേശം 400-500 കുട്ടികളെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മാതൃഭൂമി ആർട്ട് എഡിറ്ററും പ്രശസ്ത ചിത്രകാരനുമായ ശ്രീ മദനൻ സാറാണ്. മുഖ്യാതിഥി പ്രശസ്ത നിരൂപകനും ജേർണലിസ്റ്റും സാഹിത്യകാരനുമായ ശ്രീ KC നാരായണൻ സാറാണ്. അതുപോലെ പ്രശസ്ത സാഹിത്യകാരനായ PM നാരായണൻ മാസ്റ്റർ, അതുപോലെ പ്രശസ്ത കവിയും പ്രശസ്ത സാഹിത്യകാരനുമായ ശ്രീ സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തൂത ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശപൂജ എന്നിവയുണ്ടായി. തുടർന്ന് 8 മണിക്ക് തന്ത്രി രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം അടുപ്പിലേക്ക് ആദ്യ തീ പകർന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് ഭക്തരും തീ പകർന്നുകൊണ്ട് പൊങ്കാലയർപ്പണം നടത്തി. നാനൂറിലധികം സ്ത്രീകൾ ദേവിക്ക് പൊങ്കാലയർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തി. ഉച്ചപൂജ, മേളം എന്നിവയുമുണ്ടായി. 21-ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ആഘോഷിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല ആഘോഷിച്ചു. വൈകിട്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള ദേശപ്പാന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, ഫ്യൂഷൻ, പാണ്ടിമേളം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടുകൂടി വിവിധ ദേശക്കാളകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് കമ്പം കത്തിക്കലും ഉണ്ടായിരുന്നു.
ദില്ലി ചലോ കർഷക സമര റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര കർഷക സംഘം ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി അനങ്ങനടിയിൽ ഐക്യദാർഢ്യ സംഗമം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി മുഹമ്മദ് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി യൂസഫ് കെ സലാം, ഉണ്ണിയൻകുട്ടി, ബഷീർ കോയ, ഇബ്രാഹിം മെനാക്കം, സി ബക്കർ, ഹംസത്ത്, ഉനൈസ് മാരായമംഗലം എന്നിവർ സംസാരിച്ചു. ഇത് ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒരു സമരാഗ്നിയ തീജ്വാലയാണ്. അതിൽ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട്. ഗ്രാനേഡ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് കൊണ്ട് ബോളിനെ തടുക്കാറുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല, ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പഞ്ചാബികളായ സിഖ് കർഷകർ അവിടുത്തെ ഭരണാധികാരി വർഗം എറിയുന്ന ഗ്രാനേഡ്. ഗോവയിൽ നടന്ന 6ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ 40 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിന് റണ്ണേഴ്സ് ട്രോഫി. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഗോവ, മണിപ്പൂർ, ഹരിയാന, നാഗാലാൻഡ് എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയത്. ക്യാപ്റ്റൻ ഷാജി അലങ്ങടൻ, മുസ്തഫ പൂക്കുത്ത്, ഇസ്മയിൽ കിഴിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള ടീം കളിച്ചത്. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ബദറുന്നീസയ്ക്ക് പെരിന്തൽമണ്ണ കക്കൂത്ത് മനടി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം ഒരുക്കി. KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KR രവി, CPM അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജി, ലത്തീഫ് കാരാട്, KT ശങ്കരൻകുട്ടി, MD തങ്കമണി, ശ്രീജ, K ലത, K ബാബു, CB ശങ്കരനാരായണൻ, കൗൺസിലർ സീനത്ത് ഷാനവാസ് എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ മുൻ MLA B ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് മേഖലയിലെ വനാതിർത്തികളിൽ വന്യജീവി പ്രതിരോധത്തിനുള്ള പദ്ധതികളെക്കുറിച്ച് വനംവകുപ്പ് പ്രപ്പോസൽ സമർപ്പിച്ചു. 169.79 കോടി രൂപയുടെ നിർദ്ദേശങ്ങളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയത്. കാട്ടാനകൾക്ക് സഞ്ചരിക്കാൻ വന്യജീവി മേൽപ്പാലം നിർമ്മിക്കണമെന്നും ആവശ്യം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുൾപ്പെടെ പുതിയ പദ്ധതികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. 206.35 കോടിയുടെ ബജറ്റാണ് 2024-25 വർഷത്തേക്കായി അവതരിപ്പിച്ചത്. കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയാൻ സൗജന്യ നീന്തൽ പരിശീലനം നൽകാനും പദ്ധതി. സ്വരാജ് ട്രോഫിയുടെ തിളക്കത്തിൽ വീണ്ടും വെള്ളിനടി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി വെള്ളിനടിയെ വീണ്ടും തിരഞ്ഞെടുത്തു. പുരസ്കാരം നേടുന്നത് ഇത് 5ാം തവണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇടപെട്ട് നഗരസഭ. കിടത്തി ചികിത്സയടക്കമുള്ള സൗകര്യങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പോസ്റ്റ്മോർട്ടങ്ങൾ മാറ്റരുത്. കുടിവെള്ള പദ്ധതി വന്നതോടെ വഴിമുട്ടി മണ്ണാർക്കാട് കാരപ്പാടം നിവാസികൾ. ജൽജീവൻ പദ്ധതിക്കായി റോഡ് പൊളിച്ചിട്ടതിനാൽ പ്രദേശവാസികൾ യാത്രാ ദുരിതത്തിൽ. പ്രവൃത്തികൾ വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.